അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ ശ്രീ ഭഗവതി, എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. പ്രിയപ്പെട്ടവരെ, എന്നാ ലോട്ടറിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയണേ. മുന്നൊരു വീഡിയോയില് ഈ വർഷത്തെ ഓണം ബമ്പർ അടിക്കാൻ സാധ്യതയുള്ള നക്ഷത്രക്കാര് ഞാൻ പറഞ്ഞു തന്നിരുന്നല്ലോ. ഇന്ന നക്ഷത്രക്കാരാണ്, അവർക്ക് ഇതിനുള്ള നേട്ടം ഉണ്ടാവും എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതില് തന്നെ ഞാൻ പറഞ്ഞു, ആ നക്ഷത്രത്തിൽ പെട്ടവരല്ലെങ്കിൽ കൂടിയും നമുക്ക് ലോട്ടറി ഭാഗ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രിയയുണ്ട്, അത് നമുക്ക് ഒന്ന് നോക്കാമെന്ന്. അപ്പോ ആദ്യമേ പറയട്ടെ, ലോട്ടറി സൗഭാഗ്യം എന്ന് പറഞ്ഞാല് എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല. അത് ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക തരത്തിൽ ഭാഗ്യം ഉദിച്ചു നിൽക്കുന്ന ആളിന് കിട്ടുന്ന ഒന്നാണ്. ഒരേ നക്ഷത്രത്തിൽപ്പെട്ട എല്ലാവർക്കും ലോട്ടറി അടിക്കാറുണ്ടോ? ഒരേ വീട്ടിലുള്ള എല്ലാവർക്കും ലോട്ടറി അടിക്കാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഒരു തവണ ലോട്ടറി അടിച്ച ആളിന് എപ്പോഴും ലോട്ടറി അടിക്കാറുണ്ടോ? ഇല്ലല്ലോ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു പ്രത്യേക സമയത്ത് ആ വ്യക്തിക്ക് ആ പ്രപഞ്ചത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക ഊർജവും ഭാഗ്യവും ലഭിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഇതില് വലിയ ട്രിക്കുകളും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ആ പ്രാപഞ്ചികമായ ഊർജം നമ്മളിലേക്ക് എങ്ങനെ വന്നു ചേരും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പൊ നമ്മള് മുന്നേക്കൂട്ടി പറയണത്, ഞാൻ എല്ലാ കൊല്ലവും ഈ കാര്യം ചെയ്യാറുണ്ട്. ഇതുവരെയ്ക്ക് എനിക്കൊരു ബമ്പർ ലോട്ടറി അടിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ലോട്ടറി ടിക്കറ്റ് എടുത്തതിൽ നഷ്ടവും ഉണ്ടായിട്ടില്ല. എനിക്കറിയാം, നക്ഷത്രവും ഒപ്പം തന്നെ നമ്മുടെ ഭാഗ്യാനുകൂലവും ഒത്തൊരുമിച്ച് വന്നാൽ മാത്രമായിരിക്കും ആ ബമ്പർ ഭാഗ്യം നമുക്ക് കിട്ടുക. പക്ഷെ പലപ്പോഴും നക്ഷത്രം ശരിയാണ്, പക്ഷെ ആ എനർജി അത് നമ്മിലേക്ക് വന്നു ചേരാത്തത് കൊണ്ട് മാത്രം ലോട്ടറി സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ട്. അതായത് അവർ ലോട്ടറി എടുത്ത് വച്ചിട്ടുണ്ട്, അവരുടെ നക്ഷത്രത്തിൽ ആ ലോട്ടറി അടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവർക്ക് ഈ പ്രാപഞ്ചികമായിട്ടുള്ള ആ സമയത്തുണ്ടായിരിക്കേണ്ട ഊർജം കിട്ടുന്നില്ല. അതുകൊണ്ട് അവർക്ക് ആ ലോട്ടറി സൗഭാഗ്യം നഷ്ടമായി പോകുന്നു. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാനിത് പറഞ്ഞു തരുമ്പോ തന്നെ പറഞ്ഞോട്ടെ, ഇത് നമുക്ക് ശരാശരി 1,00,000 പേര് കാണുന്നു എന്ന് വെച്ചോളൂ. ഈ 1,00,000 പേരില് എല്ലാവർക്കും ഈ ബമ്പർ പ്രൈസ് അടിക്കുമോ? ഈ ഓണത്തിനുള്ള 30 കോടി രൂപ എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുമോ? ഇല്ല. പക്ഷെ ഒന്നും കിട്ടാത്ത സ്ഥിതിക്ക് പോലും നമുക്ക് കുറച്ചധികം ഭാഗ്യങ്ങളെങ്കിലും കിട്ടുക. എന്നാൽ മഹാഭാഗ്യം ഒത്തൊരുമിച്ച് വന്നിട്ടും ആ ഊർജത്തിന്റെ നില കൊണ്ട് മാത്രം ലോട്ടറി സൗഭാഗ്യം കിട്ടാതെ പോയ ആള് ചിലപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അയാൾ ഈ ക്രിയ ചെയ്യുമ്പോൾ അയാൾക്ക് ആ സൗഭാഗ്യം വന്നു ചേരുകയും ഇത്തവണത്തെ ബമ്പർ ഭാഗ്യവാനായിട്ട് അയാൾ മാറാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, ഈ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരാള് ഇതിൽ ബമ്പർ അടിക്കാൻ സാധ്യതയുള്ള ആളാണ് എന്ന് ഏതാണ്ട് എനിക്കറിയാം. നിങ്ങൾ ആ രീതിയിൽ തന്നെ ഇത് വിശ്വാസപൂർവം ചെയ്തു കഴിഞ്ഞാല് ഒരു പക്ഷേ നിങ്ങളാണ് ആ ഭാഗ്യത്തിന് ഉടമയെങ്കിൽ ആ പ്രാപഞ്ചിക ഊർജത്തെ നഷ്ടപ്പെടുത്താതെ നമുക്ക് നോക്കാം. അതുമൂലം നമുക്ക് സൗഭാഗ്യത്തെ നേടിയെടുക്കാം. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. കാര്യം ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് തിരുമേനി ഞാൻ ലോട്ടറി എടുത്ത് തിരുമേനി പറഞ്ഞതുപോലെ പൂജയെല്ലാം ചെയ്തു, എനിക്ക് ലോട്ടറി അടിച്ചില്ല, ബമ്പർ അടിച്ചില്ല എന്ന് പറഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് ഒരാൾ കമന്റ് ഇടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാ പറഞ്ഞ, ലക്ഷക്കണക്കിന് പേര് ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കും, അവരെല്ലാം ഇത് ചെയ്തിരിക്കും. അപ്പോ ലോട്ടറി സൗഭാഗ്യത്തിനുള്ള നക്ഷത്ര ഗുണം വേണം, ഒപ്പം തന്നെ പ്രാപഞ്ചിക ഊർജം വേണം. അങ്ങനെയുള്ള ഒരു നല്ല ഭാഗ്യം ഉദിച്ചിരിക്കുന്ന ഒരാൾക്കാണ് കിട്ടുക. അത് ചിലപ്പോ ഈ കാണുന്ന ഇത് വാച്ച് ചെയ്യുന്ന ഇത്രയും പേരിൽ, എത്ര സംഖ്യ എന്ന് എനിക്കറിയാൻ വയ്യ, അത്രയും പേരിൽ ഒരാളാവാനുള്ള സാധ്യത ഞാൻ വളരെയധികം ആണെന്ന് കാണുകയാണ്. അപ്പൊ അതെന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇത് ഭാഗ്യത്തിന്റെ രഹസ്യ കോഡ് എന്ന് പറയുന്ന ഒരു കോഡാണ് ഈ ലോട്ടറിയുടെ നമ്പർ ന്യൂമറോളജിയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ എടുക്കുന്നത്. അതായത് ഒരു തുണ്ട് കടലാസ് നമ്മൾ എടുക്കണം. ഒരു ചതുരത്തിലിരിക്കുന്ന കടലാസ്, വരയിട്ട കടലാസാണ് വേണ്ടത്, പ്ലെയിൻ കടലാസ് അല്ല. ആ വരയിട്ട കടലാസിൽ അതിൽ എത്ര വര എന്നുള്ളത് നിർബന്ധമൊന്നുമില്ല, എത്ര വരയോ ആവാം. ആ വരയിട്ട കടലാസില് ആ മുകൾ ഭാഗത്ത് 184 എന്ന് നിങ്ങൾ എഴുതണം. 184 അത് പ്രപഞ്ചത്തിന്റെ ഭാഗ്യത്തെ ആകർഷിക്കുന്ന ഒരു കോഡാണ്. ന്യൂമറോളജി പ്രകാരം ലോട്ടറിയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ, ഈ നമ്പറുകൾ വരുന്ന
ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ പലരും ഈ ന്യൂമറോളജിയുമായിട്ട് ബന്ധപ്പെടുത്തി ശ്രദ്ധിക്കുന്നവരൊക്കെ നോക്കാറുണ്ട് ലോട്ടറി ഭാഗ്യത്തിന് വേണ്ടി മാത്രം. അതിൽ 1, 8, 4 ഇതിന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ അതിലൊരു ഭാഗ്യത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ആ കോഡാണ് നമ്മൾ ലോട്ടറിയുടെ മുകളിൽ എഴുതേണ്ടത്. താഴെ ഭാഗ്യലക്ഷ്മിയുടെ ആകർഷണ മന്ത്രം എഴുതണം. ഭാഗ്യലക്ഷ്മിയുടെ ആകർഷണ മന്ത്രം. ഇത് ഈ ബമ്പർ ടിക്കറ്റിൽ മാത്രമല്ല കേട്ടോ. നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ വേറെ വേറെ ലോട്ടറി ടിക്കറ്റുകളൊക്കെ എടുക്കാം. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു മന്ത്രത്തെ ഉപയോഗിക്കാം. അപ്പൊ പേപ്പറിൽ താഴെ ഈ മന്ത്രം എഴുതണം. ഓം ഹ്രീം ഭാഗ്യലക്ഷ്മിയെ സുരഗണ പൂജിതായേ കാമ്യായേ വരദ ഭാഗ്യം സിദ്ധയ സിദ്ധയ. ഈ മന്ത്രം എഴുതിയിട്ട് നമ്മള് ലോട്ടറി മേടിച്ചിട്ടുണ്ടല്ലോ. ചിലര് ലോട്ടറി ഇനി മേടിക്കാനിരിക്കുന്നവരായിരിക്കും. ലോട്ടറി എടുത്തിട്ട് ലോട്ടറി ഇപ്പോഴ് ബമ്പർ ടിക്കറ്റൊക്കെ ഒരു കവറിൽ, ഒരു പ്ലാസ്റ്റിക് കവറിനുള്ളിലാണ് ഇട്ട് തരുന്നത്. പ്ലാസ്റ്റിക് കവർ ഇല്ലെങ്കിൽ നിങ്ങളൊരു പ്ലാസ്റ്റിക് കവറിലിട്ട് അതിനകത്തേക്ക് ഈ എഴുതിയ മന്ത്രം, ആ തുണ്ട് കടലാസിലെ, നമ്മൾ ഈ ചതുര കടലാസിലെ മന്ത്രം അടങ്ങിയ ഇത് അകത്തേക്ക് വെക്കണം. ഒരു കാരണവശാലും ഈ മഷിപ്പേനയൊക്കെ ഉപയോഗിച്ച് എഴുതുകയാണെങ്കിൽ ചിലപ്പോൾ ലോട്ടറി ടിക്കറ്റിലേക്കൊക്കെ ഇതിന്റെ മഷി പടരുന്ന സാധ്യതകളൊക്കെ ഒഴിവാക്കണം. ലോട്ടറി ടിക്കറ്റിന് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ലോട്ടറി ഡാമേജ് ആയി പോയാൽ അതും സൗഭാഗ്യം ലഭിക്കാൻ തടസ്സമായി കളയും. അതുകൊണ്ട് ലോട്ടറി ടിക്കറ്റ് ഒരു തരത്തിലും ഡാമേജ് ആകരുത്. അല്ലാതെ നമ്മൾ ലോട്ടറി ടിക്കറ്റിന്റെ മുകളിലേക്കാണ് ഇത് വയ്ക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾക്ക് ഇത് വീണ്ടും പൊതിയാം. വേറെ ഏതെങ്കിലും കവറിട്ടോ മറ്റോ പൊതിഞ്ഞ് നിങ്ങൾ എവിടെയാണ് നിലവിളക്ക് വയ്ക്ക് തെളിയിക്കുന്നത് അവിടെ പൂജാമുറിയാണെങ്കിൽ പൂജാമുറി, അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനം, ആ നിലവിളക്കിന്റെ പരിസരത്ത് എവിടെയെങ്കിലും ഇത് വയ്ക്കണം. ഒരിക്കലും അതിലേക്ക് അഗ്നി ചെന്ന് വീണ് അത് പ്രശ്നം ഉണ്ടാവില്ല. സാമ്പ്രാണിത്തിരി പുകഞ്ഞ് അതിന്റെ ഭസ്മമൊക്കെ ചെന്ന് വീണ് അത് മോശമാകരുത്. അങ്ങനെയൊക്കെ സുരക്ഷിതമായിട്ട് അത് വയ്ക്കണം. എന്നിട്ട് എന്നും വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പം ഓം ഹ്രീം ഭാഗ്യലക്ഷ്മിയെ സുരഗണ പൂജിതായേ കാമ്യായേ വരദ ഭാഗ്യം സിദ്ധയ സിദ്ധയ മന്ത്രം ജപിക്കണം. 8 തവണ ജപിക്കണം എന്ന് ജപിക്കണം. ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞാല് ഭാഗ്യസ്ഥാനം നിങ്ങൾക്ക് കൈവരാനുള്ള സാധ്യത ഏറി വരും. ചില വ്യക്തികൾക്ക് ലോട്ടറി ഭാഗ്യം ഇല്ലാത്തവരുണ്ട് കേട്ടോ. ഇനി എത്ര എടുത്താലും ഒരു ചെറിയ തുക പോലും കിട്ടാത്തവരുണ്ട്. അവർക്ക് അവരുടെ ജാതക നിലയിൽ തന്നെ ലോട്ടറി ഭാഗ്യം ഇല്ലാത്തവരാണ്. അങ്ങനെയുള്ളവർക്ക് പോലും ചിലപ്പോ ഒരു ചെറിയ സമ്മാനമെങ്കിലും കിട്ടാൻ ഇത് കാരണമാകും. അതും കൂടെ മനസ്സിലാക്കണം. അപ്പൊ എന്തായാലും ശരി, നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനം, ഈ പ്രപഞ്ചത്തിന്റെ ഭാഗ്യകടാക്ഷം ഇവയൊക്കെ നേടിയെടുക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു മാർഗമാണ്. അപ്പൊ ഇത് ഒന്ന് നിർവഹിക്കുക. ലോട്ടറി എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ പ്രതീക്ഷയാണ്, ഒരാളുടെ അല്ല. അപ്പൊ അതിൽ ഏറ്റവും ഭാഗ്യം ചെന്ന ഒരാൾക്ക് അത് ദേവി ഭഗവതി നൽകുന്നതാണ് ആ ബമ്പർ ടിക്കറ്റ്. എന്നാൽ സമാശ്വാസ സമ്മാനങ്ങൾ വേറെയുണ്ട്. നമുക്ക് ഏതെങ്കിലും ചെറിയ സമ്മാനമായാൽ പോലും അത് കിട്ടുന്നല്ലോ ഉള്ളതിൽ നമ്മൾ തൃപ്തി അറിയുക എന്നുള്ളതുണ്ട്. ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ഭാഗ്യം കുറച്ച് മാറി നിൽക്കും. ചിലപ്പോൾ ഈ ഒരു ബമ്പറിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത ബമ്പറിലാണ് കിട്ടുന്നത്. എനിക്കറിയാം, തൊട്ട് മുമ്പുള്ള ഒരു വർഷം ആ സുഹൃത്ത് ബമ്പർ ലോട്ടറി അടിച്ച ആള് പറഞ്ഞത് അയാൾ 11ാമത്തെ ബമ്പറിലാണ് അയാൾക്ക് ബമ്പർ പ്രൈസ് കിട്ടിയെന്നാണ്. അപ്പൊ നമ്മൾ ഈ സമയത്ത് നമ്മൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മളിലേക്ക് ഭാഗ്യത്തിന്റെ ആകർഷണം ഉണ്ടായി. ചിലപ്പോൾ ഈ ഒരു തവണ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും അടുത്ത കൊല്ലോ മറ്റോ അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും എടുക്കുന്ന ലോട്ടറികളിൽ പോലും നമുക്ക് ഭാഗ്യം സിദ്ധിക്കാൻ അത് കാരണവും കൂടിയാവും. ഞാനിത് പറഞ്ഞു വെക്കുന്നത്, ഈ 1,00,000 പേരൊക്കെ നമ്മൾ ചിലപ്പോൾ ഇത് കേട്ടിട്ട് എടുക്കുമ്പോൾ അതിൽ ചിലവർക്കൊക്കെ നിരാശ ഉണ്ടായി വരാം. അന്നേരം അവർക്ക് തോന്നും, അയ്യോ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചതൊക്കെ വെറുതെ ആയോ എന്ന്. അങ്ങനെ ചിന്തിക്കരുത്. മന്ത്രം ജപിക്കുമ്പോൾ വിശ്വാസഭക്തിപൂർവ്വം ചെയ്യുമ്പോൾ അങ്ങനെ ചിന്തിച്ചു പോയാൽ ഭാഗ്യസ്ഥാനത്തിന് വീണ്ടും ഗുണം കുറയും. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പ്രകാരം ചെയ്യുക. എന്റെ സ്വകാര്യമായിട്ടുള്ള അനുഭവത്തില് എനിക്ക് ചെറിയ തോതിലുള്ള സമ്മാനാദികളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ബമ്പർ അടിച്ചിട്ടില്ല. പക്ഷെ ഇതൊരു മാർഗമാണ്. ഇങ്ങനെയൊക്കെയാണ് ഇതൊരു എന്താ പറയണ്ടേ, ലോട്ടറി എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ വിചാരിക്കും പോലെയല്ല. ഒരുപാട് ഇതിനു വേണ്ടിയിട്ടുള്ള ഇത്തരം ക്രിയകളൊക്കെ ചെയ്യുന്നവരുണ്ട്, പലതരത്തിലുള്ള. അവരിലേക്ക് ആ ഭാഗ്യം ആകർഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെറുതെ ഒരു ലോട്ടറി എടുത്ത് വെച്ച് കാത്തുകെട്ടിരിക്കുന്നതിനേക്കാളും നമ്മൾ ഇത്തരം ആകർഷണ കാര്യങ്ങളും കൂടെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഞാൻ ഈ പറയുന്നതിന് പുറമെ എത്രയോ മാർഗങ്ങൾ പലരും ആകർഷണ മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയാമോ? അപ്പൊ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ പഠിച്ച് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളുണ്ടാവും ഈ PSCക്കൊക്കെ. അപ്പോൾ അവർക്ക്
കിട്ടാനുള്ള ചാൻസ് കൂടും. ഒന്നും അറിയാതെ പരീക്ഷ കണ്ടിട്ട് ചാടിപ്പോയി എഴുതുന്ന കുട്ടികളുണ്ടാവും. ഈ പഠിച്ച കുട്ടികളോടൊപ്പം പരീക്ഷ എഴുതാൻ നിൽക്കുന്ന ഈ പഠിക്കാത്ത കുട്ടിക്ക് ഒരിക്കലും കിട്ടില്ല. പഠിച്ച കുട്ടികൾക്ക് ആർക്കെങ്കിലും ആയിരിക്കും കിട്ടുക. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ ഒരു മാർഗം ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും ഏറ്റവും നന്നായിരിക്കും എന്ന് ഞാൻ പറയുന്നു. അപ്പൊ എന്തായാലും ഇത്തവണത്തെ ഒരു ഭാഗ്യകടാക്ഷം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോ ഇതിന്മേലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഇതിന് കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോ എല്ലാവർക്കും നല്ലൊരു ഭാഗ്യകാലം, ഓണക്കാലം എല്ലാം ആശംസിക്കുകയാണ്. അമേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. എന്റെ ഭക്തജനങ്ങളെ എല്ലാം കാത്തുരക്ഷിക്കണമേ. അവർക്ക് വേണ്ടുന്ന സൗഭാഗ്യങ്ങളെല്ലാം കൊടുത്തരുളണമേ. അമേ ഭഗവതി.